ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പഴയ നിയമ കാലഘട്ടത്തിലൊരു പ്രധാനപ്പെട്ട പ്രവാചകനാണ് എസെക്കിയേൽ പ്രവാചകൻ. അങ്ങനെയെങ്കിൽ ആ എസെക്കിയേൽ പ്രവാചകന് ദൈവം നൽകുന്ന അരുളപ്പാട്, ദൈവിക ദർശനം, അതിനിടയിൽ ദൈവം സംസാരിക്കുന്ന മാലാഖയോടെ സംസാരിക്കുമ്പോൾ അതിനിടയിൽ ഒരു വചനം നമുക്ക് വേണ്ടി കൂടിയും ഇന്നിൻ്റെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി കൂടിയും വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അത് നമ്മൾ പഠിക്കുന്നു. ആ വചനം ഇതാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എസെക്കിയേൽ 3:3. എന്താ വചനം പറയുക? വചനം പറയാണ്, അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. പ്രിയപ്പെട്ടവർ, ഇവിടെ ദൈവദൂതനിലൂടെ ഒരു ചുരുള് പ്രവാചനം കൊടുക്കുക. ചുരുള് സൂചിപ്പിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആ ചുരുള് അത് കൊടുത്തിട്ട് പറയുവാണ്, ഇത് ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ശ്രദ്ധിക്കണേ, നമ്മളൊക്കെ പല രീതിയിൽ പല പ്രാവശ്യം ദൈവവചനം കേൾക്കുന്നവരും വായിക്കുന്നവരും പഠിക്കുന്നവരൊക്കെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ദൈവവചന പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വീകരണത്തെക്കുറിച്ചുള്ള നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം പറയുവാണ്, വയറ് നിറയുവോളം എന്ന് പറഞ്ഞാൽ ആസ് മച്ച് ആസ് പോസിബിൾ, സാധിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കണം, പഠിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് മാലാഖ പറയുക, വയറ് നിറയുവോളം, പോസിബിളായിട്ടുള്ളിടത്തോളം, സാധിക്കുന്നിടത്തോളം നീ ഇത് ഭക്ഷിക്കുക, അത്രയും സ്വീകരിക്കുക. എന്നിട്ടോ പ്രവാചകൻ അത് അനുസരിച്ചപ്പോൾ എന്തുണ്ടായി? വചനം പറയാണ്, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഇതാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും ദാഹത്തോടെ സ്വീകരിക്കുകയും അത് പഠിക്കുകയും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ തേൻ പോലെ മധുരിക്കും. നമ്മുടെ സങ്കടങ്ങളുടെ മേൽ, കണ്ണുനീരിൻ്റെ മേൽ, അസ്വസ്ഥതയുടെ മേൽ ദൈവവചനം മാധുര്യം പകരും. ഇത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ ദിവസവും ഇങ്ങനെ വചനം പഠിക്കുന്ന ശുശ്രൂഷ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന ഓരോ വചനവും ഓരോ ദിവസവും ആവർത്തിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് ആവർത്തിച്ചു പറയുകയും അതിനുള്ളിലുള്ള വാഗ്ദാന വചനങ്ങളാണ് ഓരോ ദിവസവും പറയുക. ആ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം വചനത്തിൻ്റെ വാഗ്ദാനം ഇതാണ്, ദൈവവചനം നമ്മുടെ ജീവിതത്തിന് മാധുര്യം നൽകും. അപ്പോൾ ഈ വചനം പല പ്രാവശ്യം ഇന്ന ദിവസം പറഞ്ഞ് പ്രാർത്ഥിക്കാം, അത് പഠിക്കാം, ഈ വാഗ്ദാനം അവകാശപ്പെടാം. എന്താ വാഗ്ദാനം അവകാശപ്പെടുന്നത്? ഈ ദൈവവചനം പറയുന്ന പോലെ, ഈശോയെ, എൻ്റെ ഉള്ളിലേക്ക് ദൈവവചനം മധുരമായിട്ട് കടന്നു വരട്ടെ. അങ്ങനെ നമ്മൾ ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ദൈവവചനത്തെ പകർന്നു കൊടുക്കുകയും ചെയ്യാം. അത് ദൈവം ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും നമുക്ക് വാക്കുകൊണ്ട് ഫോൺ വിളിച്ച് അവരോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഇതുപോലെ എല്ലാ ദിവസവും വചനം പഠിക്കാമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരെ വചനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പറ്റാവുന്നത്, നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ജീവിതത്തിൽ വചനം സ്വീകരിക്കാനായിട്ടും മറ്റവർക്ക് വചനം കൊടുക്കാനായിട്ടും ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.